നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനൽ അലങ്കാര പെറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം ഗോൾഡ് ഫിഷിൻ്റെ പരിപാലനവും അതിൻ്റെ ഭക്ഷണ ക്രമീകരണവും അതിൻ്റെ ടാങ്ക് ഒരുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ വീട്ടിലെ ഫിഷ് ടാങ്കാണ്. അപ്പോൾ നമ്മൾ ഇതിനെ പരിപാലിക്കുന്ന വീഡിയോസ് ആണ്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി 3 കൊല്ലമായിട്ട് ഇതിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഗോൾഡ് ഫിഷിനെ ഇത്രയും ആയുസ്സ് വർദ്ധിപ്പിക്കാൻ നമ്മൾ എന്തെല്ലാം ആണ് ടേക്ക് കെയർ ചെയ്യേണ്ടതെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാനായിട്ട് ശ്രദ്ധിക്കുന്നത്. നമുക്ക് ഇത് ഗോൾഡ് ഫിഷ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, എല്ലാവർക്കും വളർത്താൻ താല്പര്യമാണ്. കാണുമ്പോൾ നമുക്ക് മേടിക്കാൻ തോന്നും. പക്ഷെ നമ്മളത് ചെറിയ ബൗളിലോ കുപ്പിയിലോ ഒക്കെ ആയിട്ട് വളർത്താൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ പെട്ടെന്ന് മരിച്ചു പോകാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മളെ ശ്രദ്ധിക്കേണ്ടത് മിനിമം 20 ഗാലനുള്ള വെള്ളമുള്ള ടാങ്കാണ് ഇതിനാവശ്യമായിട്ട് വേണ്ടത്. പിന്നെ നല്ല ഫിൽട്ടർ ഓർ എയറേഷൻ വേണം. പിന്നെ താപനില 18 മുതൽ 24 ഡിഗ്രി വരെ മെയിൻറ്റെയിൻ ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഫിൽട്രേഷൻ കൊടുക്കുകയാണെങ്കിൽ അത് എയറേഷൻ ഇൻക്ലൂഡ് ആയിട്ടുള്ള കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ആഴ്ചയിൽ കുറേശ്ശെ 25% വെള്ളം മാറ്റി കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഫിഷിൻ്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഗോൾഡ് ഫിഷിന് എന്ത് ഫുഡാണ് നമ്മൾ കൊടുക്കുക. നമ്മൾ മാക്സിമം ഒരു 34% പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിൻ്റെ വളർച്ചയ്ക്കും അതിൻ്റെ ആരോഗ്യ പ്രതിശേഷിക്കും നല്ലതാണ്. പിന്നെ ഒരു 2 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ അത് ഫുഡ് എടുക്കുന്ന രീതിയിലുള്ള ഫുഡ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഓവർ ഫീഡിങ് പാടില്ല. കൊടുക്കുന്ന ഫുഡ് മാക്സിമം ഡ്രൈ ആയിരിക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഫംഗസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫിഷ് ഡ്രൈ ആയി പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 2 ടൈപ്പ് ഫിഷാണ്. ഒന്ന് ബ്ലാക്ക് മോർ എന്ന് പറഞ്ഞൊരു ടൈപ്പും പിന്നെ ഒന്ന് സാധാ ഗോൾഡ് ഫിഷും. ബ്ലാക്ക് മോറിൽ ഇത് പാണ്ട വേർഷനാണ്. 2 കളറാണ് ഇതിൽ വന്നിരിക്കുന്നത്, ബ്ലാക്കും ഓറഞ്ചും. പിന്നെ ടാങ്കിൽ ലൈഫ് പ്ലാന്റ്സ് ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അത് ടാങ്കിൻ്റെ ഓക്സിജൻ ലെവൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ടിപ്സ് എന്ന രീതിക്ക് പറയുകയാണെങ്കിൽ ആഴ്ചയിൽ 25% വെള്ളം മാറ്റി പുതിയത് ആഡ് ചെയ്യുക. പിന്നെ ഗോളാകൃതിയിലുള്ള ബൗളുകൾ ഒഴിവാക്കുക. ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത്. അപ്പോൾ നമ്മൾ അലങ്കാര പെറ്റ്സ് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇന്നത്തെ ഗോൾഡ് ഫിഷിനെ കുറിച്ച് നമ്മളധികം സ്നേഹിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതാണ് ഏറ്റവും നല്ലത്.